ഞങ്ങളുടെ വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ട് ചോദിച്ചിരുന്നു, അക്യുമിനസ് പ്ലാന്റിൻ്റെ സീഡുകളാണോ കിളിപ്പിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അല്ല, അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഞാൻ ഈ ഇട്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് അക്യുമിനസ് പ്ലാന്റ്. പൂക്കളാവാൻ പരുവായ വലിയ പ്ലാന്റുകൾ, പല കളർ വേസിലും ഡബിൾ പെറ്റൽസും എല്ലാം സിംഗിൾ പെറ്റൽസും എല്ലാം ഉണ്ട്. ഇതിൻ്റെ കിഴങ്ങിൽ നിന്നാണ് ഈ പ്ലാന്റുകൾ കിളിച്ച് വരുന്നത്. എന്നാൽ ഇതിന് സീഡുകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റൊക്കെ നിൽക്കുന്ന ഏരിയകളിലൊക്കെ ഈ സിംഗിൾ പെറ്റൽസിൻ്റെ തൈകൾ ഒത്തിരി കിളിച്ച് വരാറുണ്ട്. അപ്പോൾ സീഡിൽ നിന്നായിരിക്കാം ആ കിളിക്കുന്നത്, ചിലപ്പോൾ സീഡ് ഉണ്ടായിരിക്കാം, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ്. ബസ് ഇതിൻ്റെ ഇലകളും കുത്തി കിളിപ്പിക്കാവുന്നതാണ്. ഇലകൾ താഴെ പഴുത്ത് വീണ് കിടന്നാൽ ആ ഇലയും കിളിക്കും. അപ്പോൾ രണ്ട് രീതിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ കൂടുതലായിട്ട് നമ്മൾ പോപ്പുലേറ്റ് ചെയ്യുന്നത് ഈ തണ്ടുകൾ കിളിപ്പിച്ചാണ് എടുക്കുന്നത്. ഇതിൻ്റെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ ഇത് ഫ്ലവർ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് ഈ പ്ലാന്റ് ഉണങ്ങിപ്പോവുകയും ഈ ഉണങ്ങിപ്പോകുന്ന പ്ലാന്റുകളെ നമ്മൾ ഈ പോട്ട് ഉൾപ്പെടെ നമ്മൾ സൈഡിലോട്ട് മാറ്റിയിട്ടിട്ട് നമ്മൾ ആഴ്ച ഒരു ദിവസം അതിനെ വെള്ളം നനച്ചിട്ടേക്കണം. എന്നിട്ട് അടുത്ത സീസൺ ആകുമ്പോഴത്തേന് ഇത് പ്ലാന്റ് കിളിച്ച് വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ പ്ലാന്റിനെ പറ്റിയുള്ള സവിശേഷത. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ആരും മറക്കരുത്.